തിരിക്കേണ്ടതായുണ്ട്. മാർക്കോസ് സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ, മാർക്കോസ് സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഒരു വലിയ അത്ഭുതം അവിടെ നമുക്ക് കാണാൻ കഴിയും. 1-2 നമ്മൾ ചിന്തിച്ച ഭാഗമാണ്. ഒത്തിരി അത്ഭുതങ്ങൾ അതിനകത്ത് കാണാൻ കഴിയും. പക്ഷേ ആ ഒരു അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. വായിക്കാം. 1-ാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, ആമേൻ, മാർക്കോസ് പ്രൈസ് ദി ലോർഡ് 5-ാം അധ്യായം, ആമേൻ, അതിൻ്റെ 25-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചേ. 25-ാമത്തെ വാക്യം മുതൽ, ആമേൻ, 34-ാമത്തെ വാക്യം വരെ ഒന്ന് വായിച്ചേ മാർക്കോസ്. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്നു സഹിച്ചു. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്തായിരിക്കും അവളെ പിടിച്ചെന്നറിയാമോ? ഒരു ബാധ അവളുടെ ശരീരത്തിൽ കയറി പിടിച്ചു. സ്തോത്രം. രോഗമാണോ എന്ന് ചോദിച്ചാൽ രോഗമാണ്. രോഗമല്ലേന്ന് ചോദിച്ചാൽ രോഗമല്ല. വേദപുസ്തകത്തിനകത്ത് കർത്താവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തളങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ അത് ബാധയായിരിക്കും, അല്ലെങ്കിൽ അത് ഭൂതമായിരിക്കും, അല്ലെങ്കിൽ അത് പിശാചായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിക്കേ, ഇത്രയും അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു വരുമ്പോൾ നോക്കിക്കേ, അതിനകത്ത് വളരെ വ്യക്തമായി പറയുകയാണ് അവൾ എന്ത് പ്രാപിച്ചെന്നറിയാമോ? ഒരു വിടുതൽ പ്രാപിച്ച ശേഷം, ഹല്ലേലൂയ, 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, ഉടനെ അവർ കാണെ അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചെന്ന് നമുക്കിവിടെ ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ നോക്കൂ, കാണെ എല്ലാവരും നോക്കി നിൽക്കെ അവൻ കിടക്കയെടുത്ത് നടക്കാൻ ശ്രമിച്ചെങ്കിൽ, ഇവിടെ പറയുന്നു എല്ലാവരും നോക്കി നിൽക്കെ അവളെ ബാധിച്ച ബാധയെ തമ്പുരാൻ സൗഖ്യമാക്കുകയാ. ഇന്ന് രാത്രി ദേശത്ത് നിന്നെ പരസ്യകോലമാക്കുമെന്ന് പറഞ്ഞ് നിന്റെ വീട്ടിനകത്ത് കുടിയിരിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ ദൈവം പിഴുതെറിയുന്ന ദൈവമെന്ന് ഇന്ന് രാത്രി പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ ഇന്ന് രാത്രി കഴിയും? അവിടെ വ്യക്തമായി പറയുന്നു, ആമേൻ, എന്തെന്നറിയാമോ? ഒരു ബാധയാണ് അവിടെ പിടിച്ച് അമർത്തി വച്ചിരുന്ന ആ ബാധയെ യേശു സൗഖ്യമാക്കുകയാണ്. ആ ബാധയെ പുറത്താക്കുകയാണ്. ഇന്ന് രാത്രി ദൈവ പൈതലേ, അസുഖമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമായിട്ടിരിക്കുന്ന, വൈദ്യശാസ്ത്രം വിധി പറഞ്ഞെങ്കിൽ സ്തോത്രത്തെ തകർച്ച കാണാൻ നോക്കിയിരിക്കുന്ന, നിന്നെ താഴ്ത്തിക്കെട്ടാൻ നോക്കിയിരിക്കുന്ന ചില പൈശാചിക കെട്ടുകളെ പൊട്ടിക്കാൻ ഇന്ന് രാത്രി കർത്താവിന് കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കരങ്ങളെ ഉയർത്തി ഈ രാത്രി ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവ പൈതലേ, നിന്നെ നല്ലവണ്ണം അറിയുന്ന, നിന്നെ മുഴുവനായി അറിയുന്ന, ഒരു ശകലം പോലും അറിയാതിരിക്കുന്ന ദൈവമല്ല, ഒരു മനുഷ്യനെ ഉള്ളതുപോലെ മുഴുവനും അറിയുന്ന ഒരു ദൈവം. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ ഏത് ഭാഗത്താണോ കേടുള്ളത് ആ ഭാഗത്തുനിന്ന് രാത്രി നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ കരം വയ്ക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാണ്. യേശു ഇങ്ങനെ സദാധിപനോട് പറയാ, നീ ഒരു കാര്യം ചെയ്യ്, വിശ്വസിച്ചാൽ മാത്രം മതി, നിന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. എനിക്ക് തോന്നുന്നു യേശു കർത്താവിനടുത്ത് ഇവൻ വന്ന മാത്രയിൽ തന്നെ, ഇവൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അവൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം അറിഞ്ഞ് അവൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ശതാധിപന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു എന്ന് ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു. നീ ഇറങ്ങുന്നത് കർത്താവ് അറിയുന്നു, നിന്റെ ഹൃദയ വിചാരങ്ങൾ കർത്താവ് അറിയുന്നു, നിന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ നന്നായി മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. പലപ്പോഴും ആരും മനസ്സിലാക്കാതിരിക്കുമ്പോൾ നിന്നെ നല്ലവണ്ണം മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ദൈവ പൈതലേ, ഇടിവി നിൽക്കുന്നതിൽ ആമേൻ
ആർക്ക് ആരെല്ലാം ഈ ഇടിവിൽ നിന്നിട്ടുണ്ടോ അവരുടെ ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ആമേൻ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇടിവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല കേട്ടോ, വലിയ കാര്യമായി ഇടിവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ എല്ലാവർക്കും കഴിയുന്നതല്ല കേട്ടോ. ആമേൻ. ഇടിവിൽ നിൽക്കുന്നവരുടെ ജീവിതത്തിനകത്ത് ശത്രുവിന് കടക്കാനും കഴിയത്തില്ല. ശത്രുവിന് ആമേൻ എന്നും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അതിന്റെ നിഴലും പൊരുളും മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ കരയുന്ന ആമേൻ ദൈവകുഞ്ഞെ, നിന്റെ കുടുംബത്തിനകത്ത് ആരെങ്കിലും ഇടിവിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ദൈവാത്മാവ് ഉറപ്പിച്ചു പറയുന്നു, നിന്റെ കുടുംബത്തിനകത്തുള്ള സകല പോരുകളും ഇന്ന് രാത്രി പുറത്തെടുക്കപ്പെടുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. നോയിക്കേ, ഇതിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവ പൈതലേ, ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന, ദൈവത്തിന്റെ ഭക്തനായിരിക്കുന്ന, ആമേൻ ഹല്ലേലൂയ, ലൂക്കായിൽ കൂടെ ദൈവം വിളിച്ചു പറയുന്നൊരു കാര്യം കേട്ടോ. 12 വർഷമൊന്നും ഇവിടെ പ്രശ്നമല്ല. ആമേൻ സ്തോത്രം. 1000 ദിവസം ദൈവത്തിന് എത്ര? ഒരു യാമം പോലെ. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് കർത്താവ് പറഞ്ഞത്, നീ 1000 ദിവസത്തേക്കാൾ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി 11 മണി മുതൽ ആമേൻ ഉച്ചയ്ക്ക് 3 മണി വരെ അല്ല ഒരു ദിവസം. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ. 24 മണിക്കൂർ നീ ഒരു ദിവസം ഉപവസിക്കാൻ തുടങ്ങിയാൽ, ഇന്ന് ആരോ ഉപവസിച്ച് 24 മണിക്കൂർ? ആമേൻ. 10 മണി തൊട്ട് അല്ലെങ്കിൽ 11 മണി ആലയത്തിൽ എപ്പോഴാണ് ചവിട്ടുന്നത് അത് മുതൽ ഉപവാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നിർത്തിക്കോ. ഇന്ന് അതിനൊരു വിരാമം കുറിക്കണം. ഹല്ലേലൂയ. ആലയത്തിൽ ചവിട്ടിക്കഴിഞ്ഞാൽ 12:50 ആകുമ്പോൾ പാസ്റ്റർ മുഖത്ത് കണ്ണ് മുഴപ്പിക്കും. ഗസ്റ്റ് ഉണ്ടെങ്കിൽ പറയും, നിർത്താൻ പറയണം. എനിക്ക് 12:45 നിന്നടുത്ത് ചെല്ലാന്ന് പറഞ്ഞു. അത് നിർത്തിക്കൊള്ളണം. എന്ന് രാത്രി ദൈവ പൈതലേ, ഭരിക്കുന്നത് ആമേൻ ജനമല്ല, ഭരിക്കുന്നത് സ്വർഗമാണ്. നയിക്കുന്നത് ജനമല്ല, നയിക്കുന്നത് ദൈവമാണ്. സഭ നയിക്കുന്നത് ആമേൻ പുരോഹിതനല്ല, സഭ നയിക്കുന്നത് സ്വർഗമാണ്. ഇന്ന് രാത്രി ആ ഒരു തിരിച്ചറിവ് ഇതിനകത്ത് നമ്മൾ പ്രാപിച്ചെടുക്കുമെങ്കിൽ ഈ രാത്രി ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, ദൈവ പൈതലേ, 24 മണിക്കൂർ ദൈവത്തിൽ ഇരുന്നിട്ട് പറ, ദൈവം തന്നില്ലെങ്കിൽ ഇരിക്കേണ്ട നിലയിൽ നീ ഇരുന്ന് കഴിഞ്ഞാൽ 24 മണിക്കൂർ നീ ദൈവസ്ഥലിൽ ഇരിക്കുമെങ്കിൽ 24 മണിക്കൂർ നീ ഇരുന്നിട്ട് ഇരിക്കേണ്ട നിലയിൽ ഇരുന്നിട്ട് ആമേൻ ദൈവത്തോട് നീ പറ, ദൈവമേ എനിക്കിത് തന്നില്ല എന്ന് നീ പറയുമെങ്കിൽ ആമേൻ സ്തോത്രം, ദൈവം അവിടെ കടക്കാരനായി. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തോട് ഞാൻ പറയണം, ദൈവമേ ആമേൻ സ്തോത്രം, ഇന്ന കാര്യങ്ങൾ ദൈവജനം പ്രാർത്ഥിക്കുന്നു, കരയുന്നു, ഉപവസിക്കുന്നു, ആമേൻ വേണ്ടും വണ്ണം ഒന്നും പ്രാപിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അവിടെയും ദൈവം പറയുന്നത് ഇങ്ങനെയാ, കുഞ്ഞെ, അവർ എൻ്റെ സന്നിധിയിൽ നീ അറിയുന്നത് പോലെയല്ല അവരിരുന്നു. പക്ഷേ എനിക്ക് അവരുടെ പ്രാർത്ഥനയിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. കാരണം അവർ ഇരിക്കുമ്പോൾ തന്നെ ആമേൻ പ്രൈസ് ദി ലോർഡ് ഒരു 56,000 ഫോൺ കോൾ വരും. ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഫോൺ വരും. ഞാൻ മറുപടി അയക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഫോൺ വരും. അവരവിടെ നിന്ന് ആ ബൗണ്ടറിയിൽ നിന്ന് അവർ പുറത്തു പോകും. ആമേൻ. എന്താ മിണ്ടാതിരിക്കുന്നത്? സ്തോത്രം പറഞ്ഞേ. ആമേൻ. ഞാൻ കേൾക്കില്ലെങ്കിലും നിങ്ങളുടെ സ്തോത്രം കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നേ. ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിലെ മുഴങ്കാൽ മടക്കുന്ന സമയം മുതൽ ആമേൻ സൈലന്റിലോ വൈബ്രേഷനിലോ സ്വിച്ച് ഓഫോ ചെയ്തു വെച്ച് ആമേൻ ഇരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരു 5 പേർക്ക് പൈസ കൊടുക്കാനുണ്ട് എന്നൊന്ന് വിചാരിച്ചേ. ഹല്ലേലൂയ. കൊടുക്കാനുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ആ ഡേറ്റിന് മുമ്പേ നമ്മൾ പ്ലെയിൻ പറന്നു പോകുന്ന മോഡലൊക്കെ ഇട്ടേക്കും. കൈവക്കട്ടെ, പ്രാർത്ഥിച്ചാൽ മതി. പ്ലെയിൻ പറന്നു പോകുന്ന മോഡലൊക്കെ ഇടും. എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? ഇന്ന് നീ വിളിച്ചാൽ ഞാൻ ഫ്ലൈറ്റില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇതിന് പ്ലെയിൻ പോകുന്ന മോഡലൊക്കെ ഇട്ടളയും. ഇത് കാണുന്ന ആരെന്നറിയാമോ? ഒരു ദൈവം ഇരിക്കാമോ ഉള്ളേ. സ്തോത്രം പറ. ഹല്ലേലൂയ. അപ്പോൾ നമുക്കതിന് ബുദ്ധിയുണ്ടല്ലോ കൊടുക്കാനുള്ളവർക്ക്. ദൈവത്തിനോ? നീ ദൈവത്തിൽ ഇരിക്കുന്നേ 1 മണിക്കൂർ നീ ഇരുന്ന് നോക്ക്. ആമേൻ. 1 മണിക്കൂർ ദൈവത്തിന് വില കൊടുത്ത് നോക്ക്. അടുത്ത സെക്കൻഡ് നിനക്ക് ദൈവം വിടുതൽ തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരിക്കാൻ ബുദ്ധിമുട്ടാ, അത് കർത്താവിന് അറിയാം. നീ ഇരുന്ന് പ്രാപിക്കണം. ആമേൻ. പത്രോസിന് വേണമെങ്കിൽ സ്നേഹിച്ചവനാ, പത്രോസിനെ സ്നേഹിച്ചതാ, കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തതാ. പക്ഷെ പത്രോസിന് വേണ്ടി കർത്താവിന് പൈസ കൊടുത്ത് സഹായിക്കാം. ആമേൻ. പത്രോസിനോട് ദൈവം പറഞ്ഞറിയാമോ? നീ ഒരു ചൂണ്ടലുമായി കടലിന്റെ കരയിൽ പോയി കുത്തിയിരിക്കേ. സ്തോത്രം പറ. നീ ഒരു ചൂണ്ടലുമായി അവിടെ പോയി കുത്തിയിരിക്കെ. നിന്റെ ചൂണ്ടലിൽ ആദ്യം കൊത്തുന്ന മീനിനകത്ത് ഞാൻ ഒരു ബ്രഹ്മം വച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്.
എന്ത് വച്ചിരിക്കും? ഒരു ബ്രഹ്മം വച്ചിരിക്കും. അത് നിന്റെ കടവും തീർക്കണം, എൻ്റെ കടവും തീർക്കണം. നിന്റെ കരവും അടയ്ക്കണം, എൻ്റെ കരവും അടയ്ക്കണം. അതിനുവേണ്ടി നീ ഉടപ്പി കുത്തിയിരുന്നാൽ നിന്റെ അധ്വാന ഫലത്തിൽ ദൈവം നിന്നെ കടാക്ഷിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടേയിരുന്നേ. ആമേൻ, 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 ആമേൻ. നിങ്ങൾ പലരും കാണാൻ കഴിയുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നെറ്റ്വർക്കിന് പ്രയാസമായിരിക്കാം, കുഴപ്പമില്ല. നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്, നിന്റെ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഈ അത്ഭുതങ്ങൾ തീരുന്ന മുമ്പേ ചില കുടുംബങ്ങൾ അത്ഭുതം കാണാൻ പോകുകയാ. ഹല്ലേലൂയ. 1 മണിക്കൂറത്തേക്ക് ദൈവവും നീയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഫ്ലൈറ്റ് മോൾഡ് നീയും ദൈവവുമായിട്ട് സംസാരിക്കുമ്പോൾ ചിലരൊക്കെ ഫോൺ വരുമ്പോൾ ഒരു ഓട്ടമുണ്ട്. ഫോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടം വഴിയാ ഓട്ടം, ആരിരിക്കണം എന്ന് നോക്കത്തില്ല. എന്തിനാ ഈ ഓട്ടം? സ്തോത്രം. ഫോൺ വരെ നീ ഫോൺ നിന്റെ അടുത്തിരിക്കുന്ന ആൾ സംസാരിക്കാനുള്ള കോളെ വരാകൂ. സ്തോത്രം പറഞ്ഞോ. നിന്റെ സഭാ ശുശ്രൂഷ ഇരിക്കുമ്പോൾ നിനക്ക് വരുന്ന കോള് നീയും സഭാ ശുശ്രൂഷ ഇരിക്കുന്ന സമയത്ത് വരേണ്ടതേ വരാവൂ. സ്തോത്രം. കഴിഞ്ഞൊരു ദിവസം എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ പേരൊന്നും പറയുന്നില്ല, ഒരു കോൾ വന്നപ്പോൾ ഒറ്റ ഓട്ടം. ഞാൻ വിചാരിച്ചു ആംബുലൻസ് ഒന്ന് നീക്കിയിരിക്കുന്നു റോഡിൽ. ഹലോ, ഇവിടെ ഉണ്ടോ എല്ലാവരും? ഹലോ, ഇവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ബിസിനസ് വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. കണ്ടം വഴിയൊന്നും ഓടണ്ട, നിന്ന് സംസാരിക്കേ. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായത്. അടുത്ത് നിൽക്കുമ്പോൾ ഒരൊറ്റ ഓട്ടം എടുത്തോണ്ട്. എവിടെ ഓടുന്നേ? അടുത്ത ഭാര്യയിൽ നിൽക്കുന്നേ. എവിടെ ഓടുന്നേ? ഭർത്താവല്ലേ അടുത്ത് നിൽക്കുന്നത്. എവിടെ ഓടുന്നേ? നിന്ന് സംസാരിക്ക്. നീ അല്പം നിൽക്ക്, എനിക്കോട് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അതല്ലേ പറഞ്ഞത് ശൗലിനോട്? ആരാ പറഞ്ഞത്? ശമൂവേൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അല്പം നിന്നാൽ എനിക്ക് നിന്നോടൊരു ആലോചന അറിയിക്കാനുണ്ട്. ഇന്ന് രാത്രി എൻ്റെ സന്നിധി നിൽക്കുന്ന ദൈവകുഞ്ഞെ, നിന്നോട് ദൈവത്തിനൊരു ആലോചന അറിയിക്കാനുണ്ട്. അതുകൊണ്ട് നീ നിന്നാൽ നിന്നെ മാനിക്കുന്നൊരു സ്വർഗമുണ്ടെന്നേ. ഹല്ലേലൂയ. കണ്ടം വഴി ഓടാനല്ല ദൈവം നിന്നെ വിളിച്ചത്, അത് ശത്രു ഓടിക്കോളും. പ്രൈസ് ദി ലോർഡ്. അവൻ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിന്നെ പിന്തുടർന്ന ശത്രു. അതിനെന്താ പറഞ്ഞേ? അവൻ നിനക്ക് ശത്രു ഒരു വഴിയായി വരുന്നുവെങ്കിൽ പറഞ്ഞേ, അഭിഷേകം പ്രാപിച്ച ദൈവ പൈതലേ, അവൻ 7 വഴിയായി കണ്ടം വഴി ഓടും. സ്തോത്രം പറ. ഹല്ലേലൂയ. അവന് വഴി വെട്ടി ഓടുമെന്ന ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, വഴി വെട്ടി ഓടുമെന്ന് ശത്രു. ഇന്ന് നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇതിനകത്ത് പല രാജ്യത്ത്, പല ദേശത്ത്, പല ജില്ലയിൽ, പല പട്ടണങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ദൈവ പൈതലേ, നിന്നെ സൗഖ്യമാക്കാൻ, നിന്റെ വിഷയത്തെ തൊടാൻ ഒരു സ്വർഗം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, സ്ത്രീ ആമേൻ സൗഖ്യം പ്രാപിച്ചെന്നല്ല, എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു വിടുതൽ പുറപ്പെട്ടു. ഹല്ലേലൂയ. എൻ്റെ ലേവ്യ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ലേവ്യ പുസ്തകത്തിനകത്ത് ഒരു വാക്യം നമുക്ക് ഇന്ന് രാത്രി ചിന്തിക്കേണ്ടതായുണ്ട്. ലേവ്യ പുസ്തകം ഒന്നെടുത്തേ. ലേവ്യ പുസ്തകം, പ്രൈസ് ദി ലോർഡ്, 15-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലേവ്യ പുസ്തകം 15 അതിൻ്റെ 25-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ലേവ്യ 15:25. ഒരു സ്ത്രീക്ക് ഋതുകാലത്തല്ലാതെ രക്തസ്രവം ഏറെ ദിവസം ഉണ്ടാകുകയോ ഋതുകാലം കവിഞ്ഞ് സ്രവിക്കുകയോ ചെയ്താൽ അവളുടെ അശുദ്ധിയുടെ സ്രവകാലമൊക്കെയും ഋതുകാലം പോലെ ഇരിക്കണം, അവൾ അശുദ്ധയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ലേവ്യ പുസ്തകത്തിൽ മോശയുടെ കാലഘട്ടത്തിൽ മോശ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സ്ത്രീ അശുദ്ധമായിരിക്കുമ്പോൾ, നിങ്ങൾ ആ അധ്യായം ഫുള്ള് വായിക്കണം, ഞാൻ വായിക്കുന്നില്ല. ആ അധ്യായം നിങ്ങൾ ഫുള്ള് വായിക്കണം. വായിക്കേണ്ട അധ്യായം 13, 14, 15, 16, 17, 18. ഈ അധ്യായം നിങ്ങൾ സഹോദരിമാർ കൃത്യമായും വായിച്ചിരിക്കണം. മാത്രമല്ല, കുടുംബസ്ഥരായിരിക്കുന്ന സഹോദരന്മാരും കൂടെ ചേർന്ന് കേട്ട് ഇത് പഠിക്കേണ്ട അധ്യായമാണ്. സ്തോത്രം. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ആമേൻ ദൈവം വച്ചിരിക്കുന്ന ചില കാലയളവുണ്ട്. ഒരു മാസത്തിൽ ഈ കാലയളവിനകത്ത് ആമേൻ സ്തോത്രം പുരുഷൻ പാലിക്കേണ്ട ചില പദ്ധതികളുണ്ട്. ആമേൻ. അതിവിടെ മോശ വ്യക്തമായി കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കേണ്ട വാക്യ അധ്യായങ്ങൾ 13, 14, 15, 16, 17,
18 ഈ അധ്യായങ്ങൾ നിങ്ങൾ ആമേൻ സ്തോത്രം വരും ദിവസങ്ങളിൽ വായിച്ചോളാം. മോശ ഈ അധ്യായത്തിലേക്ക് ഈ കുറിപ്പ് കുറിക്കുമ്പോൾ തന്നെ അവിടെ പ്രൈസ് ദി ലോർഡ് വളരെ ആമേൻ ദിവസം വരെ കണക്കൂട്ടി പറയുന്നു. 7 ദിവസം അവൾ എന്ത് ചെയ്യണം? അശുദ്ധമായിരിക്കണം. പ്രൈസ് ദി ലോർഡ് 7 ദിവസം അവൾ അശുദ്ധമായിരിക്കണം. ആ 7 ദിവസം ആമേൻ സ്തോത്രം അവൾ ദൈവസന്നിധിയിലോ ആലയത്തിലോ മറ്റൊരിടത്തും പ്രവേശിക്കാൻ പോലും പാടില്ല എന്നുള്ളവര് നിയമം പഴയ നിയമത്തിൽ ന്യായപ്രമാണ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്തോത്രം. ആമേൻ ആമേൻ. പ്രാർത്ഥിക്കാൻ പോലും ആലയത്തകത്തോ വൃക്ഷത്തിൽ നിന്ന് ഒരു കനി പോലും അവൾ അടർത്തെടുക്കാൻ പാടില്ല. എന്തിനേറെ ഒരു കറിവേപ്പല പോലും ആമേൻ അടർത്തിയെടുക്കാൻ പാടില്ല. അവൾ തൊടുന്ന എല്ലാം എന്താകും? അശുദ്ധമാകും. ഇല്ലെങ്കിൽ ആ പച്ചവൃക്ഷം കരിഞ്ഞു പോകുമെന്ന് വരെ പ്രമാണത്തിനകത്ത് നമുക്കവിടെ കാണാൻ കഴിയുന്നു. ശ്രദ്ധിക്കണം, ഈ കാലഘട്ടങ്ങളിൽ ദൈവജനം പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. ആമേ കർത്താവേ, ഞാനിപ്പോൾ ജീവിക്കുന്ന ന്യായപ്രമാണത്തിന് കീഴിലല്ല, പക്ഷെ ഇന്ന് രാത്രി വേണ്ടത് കൃപായുഗത്തിനകത്തിരിക്കുമ്പോഴും ന്യായപ്രമാണത്തെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ചില വാക്യങ്ങൾ കൂടെ നമ്മൾ പ്രമാണിക്കേണ്ടതും അത് ആചരിക്കേണ്ടതും ഏറ്റവും അത്യന്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നോക്കിക്കേ, അശുദ്ധമായ ഈ സ്ത്രീയെ ആരും ആമേൻ സ്തോത്രം കൂടെ കൂട്ടാനോ വീട്ടിനകത്ത് പോലും അവൾക്കൊരു ആമേൻ മാറ്റി വേർതിരിക്കപ്പെട്ട ഒരു റൂമിനകത്ത് അവൾ അടയ്ക്കപ്പെടുകയും അവൾ മാറിയിരിക്കുകയും ചെയ്യണമെന്നൊരു നിയമം പഴയ നിയമത്തിൽ കൊണ്ടുവന്നു. എന്നാൽ യേശുവിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ, കൃപായുഗത്തിലേക്ക് വന്നപ്പോൾ സ്ത്രീയുടെ അടുത്തേക്ക് കർത്താവ് ഇറങ്ങി വന്നു. അവളെ കരയണ്ട എന്ന് പറഞ്ഞു. 2 സ്ത്രീയെ ആമേൻ സ്തോത്രം, നീ ഇനി മേലാൽ കരയണ്ട, നിന്റെ ഹൃദയത്തിലെ വിഷമം എന്താണ് എന്ന് ചോദിച്ച് കർത്താവ് സ്ത്രീ സഹോദരിമാരുടെ നടുവിൽ ഇറങ്ങി വന്നു. ന്യായപ്രമാണം പൊട്ടിച്ചു. സ്തോത്രം പറഞ്ഞേ, ന്യായപ്രമാണം പൊട്ടിച്ചു. മോശയുടെ ന്യായപ്രമാണത്തെ പൊട്ടിച്ചുകൊണ്ട് കർത്താവ് കൃപായുഗത്തിൽ 3.5 വർഷം കർത്താവിന്റെ ശുശ്രൂഷയ്ക്കകത്ത് സകല കെട്ടുകളും ന്യായപ്രമാണത്തിന്റെ സകല നിഗൂഢതകളും പൊട്ടിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനിടയായി. ഇന്ന് രാത്രി ദൈവപൈതലെ, ന്യായപ്രമാണത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടുകയാണ്. നിന്നെ എവിടെയെങ്കിലും ആമേ സ്തോത്രം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ന്യായപ്രമാണത്തിന് കീഴിലല്ല നീ എന്നുള്ളത്. ഗലാത്യലേഖനം പറയുന്നു, നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ന്യായപ്രമാണത്തിന് കീഴിലല്ല, ശിശുപാലകരല്ല നിങ്ങൾ ആരാ? നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ച കർത്താവിന് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഭക്തന്മാരെന്ന്. ആമേൻ സ്തോത്രം. നിങ്ങളിപ്പോഴും നുകത്തിന്റെ കീഴിലല്ല, നിങ്ങളിപ്പോഴും കൊടിക്കീഴിലല്ല, നിങ്ങളിപ്പോഴും ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് സപ്രത്തിന്റെ കീഴിൽ കൂടെ കടന്നു പോകുന്നവരല്ല, നിങ്ങൾ കൊടിക്കീഴിൽ കൂടെ പോകേണ്ടവരല്ല, നിങ്ങൾ കൃപായുഗത്തിന് കീഴിലാണെന്ന് സ്വർഗത്തിൽ ദൈവം വിളിച്ചു പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി എത്ര ശക്തമായെന്നറിയാമോ ഈ കാലഘട്ടങ്ങളിൽ സഹോദരിമാരെ കർത്താവ് ഉപയോഗിക്കുന്നത്? ഹല്ലേലൂയ. നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ ഫ്ലൈറ്റ് വരെ സഹോദരിമാര് പറപ്പിക്കുന്നു. എന്തിനേറെ സ്തോത്രം, ഒന്നിൽ മാത്രമേ ഒരു പരാജയപ്പെട്ടുള്ളൂ കേട്ടോ, എന്നിട്ടും ഒരു സമ്മതിക്കുന്നില്ല. തെങ്ങിൽ കയറി തേങ്ങയിടാൻ വേണ്ടി മാത്രമേ അവർ പരാജയപ്പെട്ടുള്ളൂ. സ്തോത്രം. നമുക്ക് കഥയൊക്കെ അറിയാൻ പറയുന്നില്ല. തെങ്ങിൻ്റെ മണ്ടയിൽ കയറി താഴോട്ടിറങ്ങാൻ പറ്റാതെ കുടുങ്ങിയിരുന്ന സഹോദരിമാരെ നമുക്കറിയാം. ആമേൻ പ്രൈസ് ദി ലോർഡ്. അവിടെ കയറി ഫയർഫോഴ്സിന് വരെ ഇറങ്ങാൻ കഴിഞ്ഞില്ല, കാരണം താഴോട്ടൊക്കെ പേടിയായിപ്പോയി. അപ്പോൾ എല്ലാ കാലത്തും സഹോദരിമാർ എല്ലാ തലത്തിലും കയറി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിടുകിട വിറയ്ക്കേണ്ടി വരും. പക്ഷേ ചില കാര്യങ്ങളിൽ ദൈവം ചില വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ന്യായപ്രമാണത്തിൻ്റെ സകല പദ്ധതികളും പൊളിച്ചുകൊണ്ട് ചില സൗഖ്യങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് രാത്രി കർത്താവ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിൽ സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ന്യായപ്രമാണത്തിന്റെ നിഗൂഢതകളെ പൊട്ടിച്ചുകൊണ്ട് ചില രോഗശക്തികളെ ഇന്ന് രാത്രി പുറത്തെടുക്കാൻ പോകുക. ചിലർ പറയും കേട്ടോ, ഒരു രോഗം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലർ പറയും ആമേൻ, അപ്പോൾ പഴഞ്ചൊല്ലിലേക്ക് പോകുന്നത് നല്ലതാ. ആമേൻ. പഴുത്ത പ്ലാവല വീഴുമ്പോൾ പച്ചപ്പിലാവൽ എന്ത് ചെയ്യുന്ന അറിയാമോ? കൈയൊടിച്ചിരിക്കും. നീ വീഴുന്നല്ലോ, ഞാൻ ഇനി വീഴത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കരമായി ചിരിക്കും. അതാണ് പഴഞ്ചൊല്ലൊക്കെ കേട്ടോ. എന്നാൽ അതിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോഴൊക്കെ അത് ഓർക്കുന്നത് നല്ലതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ചിലർക്ക് അസുഖം വരുമ്പോൾ പറയും, നിനക്കത് പാപം കൊണ്ടുവന്നതാ, നിന്റെ അപ്പൻ്റെ 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 അപ്പൻ ഇങ്ങനെ ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആരെങ്കിലും അപ്പൻ്റെ 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 അപ്പനെ കണ്ടിട്ടുണ്ടോ? ആ ഫോട്ടോ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? മനസ്സിലാക്കാൻ പറ്റുമോ?
ആമേൻ. അപ്പനെ കണ്ടാൽ പോലും അറിയാത്ത കാലഘട്ടം ഇന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരിക്കുള്ള അപ്പനെ കണ്ടാൽ പോലും അപ്പം വന്നോ? വന്നു. ഇന്നും കണ്ടതല്ലേ രാവിലെ എന്ന് പറഞ്ഞിരിക്കുന്ന തലമുറയാ ഈ കൈവ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അമ്മ വന്നോ? വന്നു. രാവിലെ പോയപ്പോൾ കണ്ടതല്ലേ, ഇനി എന്താ കാണാതിരിക്കുന്നു? ആ കാലഘട്ടമാണ് ഇന്ന്. പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. അന്നത്തെ കാലഘട്ടത്തിലെ അപ്പൻ്റെ ശാപമല്ല കേട്ടോ അസുഖം. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ ഒന്ന് പറഞ്ഞാൽ വരത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് ഈ ഭൂമിയുണ്ടോ? ഹല്ലേലൂയ. ഇന്നയാൾ ഇന്ന രോഗം വന്ന് മരിച്ചു, അതുകൊണ്ട് തലമുറയിലും അത് തന്നെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വിധിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഇന്ന് രാത്രി യേശു പറയുന്നു, വിധിക്കുന്നവൻ വിധിക്കുന്ന വിധിയാൽ അളക്കപ്പെടുമെന്ന്. ആമേൻ. പുരാണങ്ങളിലല്ല എഴുതിയിരിക്കുന്നത്, പ്രവചന പുസ്തകത്തിലല്ല, യേശുവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ എന്ത് ചെയ്യും? അളന്ന് കിട്ടും, തിട്ടപ്പെടുത്തി. ഇന്ന് രാത്രി കുടുംബത്തെ നോക്കി, തലമുറയെ നോക്കി. ചിലർ ഭയങ്കര വിശുദ്ധന്മാരാ കേട്ടോ. ഒരു കുടുംബത്തിൽ ചില വിഷയങ്ങളൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മിണ്ടത്തില്ല, പിന്നെ കണ്ടാൽ ദണ്ണം, പിന്നെ അവരെ വീട്ടിൽ നിന്നുള്ള വെള്ളം വാങ്ങി കുടിക്കത്തില്ല, പിന്നെ അങ്ങനെ ഇങ്ങനെ. ഇവർ എവിടെ പോകാൻ ഒരുങ്ങുന്നത് ചോദിച്ചാൽ, ഇവർ എന്ത് ബാധിക്കുന്നത് ചോദിച്ചാൽ, എനിക്കിന്ന് രാത്രി പുസ്തകത്തിൽ കൂടെ പറയാൻ കഴിയും, ബാധ. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന എത്ര പേരുന്ന് രാത്രി ഉണ്ട്? ഹല്ലേലൂയ. ദൈവ പൈതലേ, ഇന്ന് രാത്രി നിന്റെ കുറവിനെ എടുത്തു പിടിച്ച് ആരെങ്കിലും അമ്മാനമാടുന്നെങ്കിൽ, അത് പൂമാല കൊരുത്ത് ശരീരത്തിൽ അണിയുന്നു എങ്കിൽ, ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചോ. ഇതിനകത്തുനിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മ പറയുന്നു, ലാസ്റ്റ് നീ മാത്രമേ കാണൂ അവർക്കുള്ള വെള്ളം കൊടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. ബൈബിളിനകത്ത് ഇന്ന് രാത്രി തെളിയിക്കപ്പെടുന്ന രീതിയിലുള്ള ശുശ്രൂഷകൾ വെളിപ്പെടുകയാ. ആരോടൊക്കെ ഏതൊക്കെയോ മനസ്സുകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഏതൊക്കെയോ മനസ്സുകൾ നീറിക്കൊണ്ടിരിക്കുന്നു, ഏതൊക്കെയോ മനസ്സുകൾ ദൈവസന്നിധിയിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വേദനിച്ചിരിക്കുന്ന ചില മനസ്സുകളെ ദൈവാത്മാ വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥനയിൽ ദൈവം ചിലത് പൊട്ടിക്കാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചോ, നിന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ അവന് ദയ എന്നേക്കുമുള്ളത്. അങ്ങനെ ദാവീദ് വിളിച്ചു പറഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ താഴ്ച കണ്ട് മാറിപ്പോകുന്നവനല്ല. എല്ലാവരും മാറിപ്പോകട്ടെ. ചിലർ പറയാറുണ്ട്, പാസ്റ്റർ വീട്ടിൻ്റെ മുറ്റത്ത് ചവിട്ടാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ എന്താ അവിടെ തിളച്ച വെള്ളം കിടപ്പുണ്ടോ, അല്ലെ അഗ്നി കിടപ്പുണ്ടോ വീട്ടിൻ്റെ മുറ്റത്ത് ചവിട്ടാൻ? എടാ, എൻ്റെ കർത്താവ് ആരാ? മാറത്ത് പൊങ്കാച്ച ധരിച്ചവൻ. സ്തോത്രം. ഹല്ലേലൂയ. അവരെ ചുറ്റുമതിൽ കണ്ട് നീ പേടിക്കണ്ട. അവരെ ചുറ്റുമതിലോ വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വൃക്ഷങ്ങളോ അവരുടെ ബിൽഡിംഗ് കൊണ്ട് നീ പേടിക്കണ്ട. അതിനേക്കാൾ വലിയ ബിൽഡിംഗ് നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കുന്നുണ്ട്. ചിലപ്പോൾ നീ കിടക്കുന്നത് ചെറിയ കുടിലിനകത്തായിരിക്കാം, ചെറിയ കുടിലിനകത്ത് നീ കിടക്കുന്നതായിരിക്കാം. പക്ഷെ നീ വിശ്വസ്തനായി മുമ്പിലോട്ട് പോയാൽ അതിനേക്കാൾ മേത്തരമായൊരു ബിൽഡിങ് നിനക്ക് വേണ്ടി ഒരുക്കാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. നമ്മൾ ആരെന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരാണെങ്കിൽ ചില തുറുങ്കിലെ പൊട്ടിച്ചകത്ത് കയറാൻ ഇന്ന് രാത്രി ചിലരോട് ദൂത് പറയുക കേട്ടോ. നിങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ദൈവം ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വഹിച്ചുകൊണ്ടിരിക്കുക. ഈ രാത്രി സ്തോത്രത്തോടെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ 12 വർഷമായി ദൈവത്തിൻ്റെ അടുത്തുപോലും വരാത്ത ഈ സ്ത്രീ മാറി നിൽക്കുക. 44-ാമത്തെ വാക്യവും 45-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ, പുറകിൽ അടുത്ത് ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി. ഓക്കെ, ഒന്ന് തൊട്ടാൽ, ഇന്ന് രാത്രി നീ ഒന്ന് തൊട്ടാൽ, എവിടെ? ഫ്രണ്ടിൽ കൂടെ പോയി തൊട്ടില്ല, പിറകിൽ കൂടെ ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിന് തൊട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഞൊടിയിടയിൽ ചില വിടുതലുകൾ ഇന്ന് രാത്രി സംഭവിക്കുക കേട്ടോ. ചില ഫിനാൻസ് പരമായ ചില വിടുതലുകൾ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ദൈവം ചില വിടുതലുകൾ ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങൾക്കകത്ത് ദൈവം അയച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ദൈവം തരാമെന്ന് പറഞ്ഞ സകലവും തരും. നീ പക്ഷേ ദൈവസന്നിധിയിൽ ഒന്ന് എണീറ്റ് മുമ്പിലോട്ട് നീ പോകുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ദൂത് പറഞ്ഞ് ഫ്രണ്ടിലോട്ട് പോകട്ടെ. ഹല്ലേലൂയ. ദൈവപൈതലേ, ഈ 15ാമത്തെ ദൂതിലേക്ക് ദൈവാത്മാവിൽ ഞാൻ പ്രവേശിക്കുമ്പോൾ കർത്താവ് പറയുക, കരഞ്ഞുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് ഒരു രക്ഷയുമില്ലാതെ ഇന്ന് രാത്രി ഇരിക്കുന്ന ദൈവപൈതലേ, നിന്റെ പുറകിൽ വെളിപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവപൈതലേ, ചില കുടൽ പുണ്ണുകളെ ദൈവാത്മാവ് മാറ്റാൻ പോകുക. ഇതിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരുടെയൊക്കെ ഉദര സംബന്ധമായ ചില വിഷയങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാവ് സൗഖ്യമാക്കുകയാ. ഹല്ലേലൂയ. ചില കുടുംബത്തിനകത്ത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു സ്വർഗം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ശമനപരകതുനി വൈടകരാജകൾ കനാദി. ഹല്ലേലൂയ. അവൾ പുറകിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, വായിക്കാം. ആമേൻ. അതിൻ്റെ 46ാമത്തെ വാക്യം നമ്മൾ വായിക്കും. പറയുന്നത് ഇങ്ങനെയാണ്: യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, ആമേൻ, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. നോക്കിക്കേ, അവിടെ പുരുഷാരം ഒത്തിരി നിൽക്കുകയാണ്. എല്ലാവരും വന്ന് നിൽക്കുന്നത് സൗഖ്യത്തിന് വേണ്ടിയല്ല, പ്രൈസ് ദി ലോർഡ്, ഒരു അത്ഭുതത്തിന് വേണ്ടി മാത്രമാണ്. യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടവരാ നിൽക്കുന്നേ. ആമേൻ. മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, തുടങ്ങിയ ശുശ്രൂഷകൾ അനുഭവിച്ചവരാ നിൽക്കുന്നേ. എന്നാൽ ഈ ശുശ്രൂഷയുടെ നടുവിൽ യേശു കർത്താവിൻ്റെ അത്ഭുതം കാണാൻ നിൽക്കുന്ന ഇന്ന് രാത്രി ദൈവപൈതലേ, ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ദൈവാത്മാവി മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യും മുമ്പേ ചില കുടുംബത്തിനകത്ത് ദൈവം ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിന്നെ ദേശത്ത് നിന്ന് ഓടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ദൈവം പറയുന്നു, ഇന്ന് രാത്രി ഉറക്കെ ദൈവാത്മാവ് ശക്തമായി പറയുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. നിന്നെ ഓട്ടിക്കാൻ നിൽക്കുന്നവർ നിന്റെ പരിസരത്ത് നിന്ന് ഓടാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ ഓട്ടിക്കാൻ നിൽക്കുന്നവർ ചില പരിസരത്ത് നിന്ന് ഓടാൻ പോകുകയാ. ദൈവാത്മാവിന്റെ ദൂത് കുറിച്ചു വെച്ചോ, സമയം വരെ കുറിച്ചു വെച്ചോ. ഇന്ന് രാത്രി അവർ പുറപ്പാടുന്ന പോലെ പലായനം ചെയ്യുന്ന ദിവസങ്ങൾ ആസന്നമായിട്ടുണ്ട്. ഓ റീവന ശംഭവരാജകൾ കനാദി. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്നെ കെട്ടിക്കുമെന്ന് പറഞ്ഞെങ്കിൽ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലത് കെട്ട് പൊട്ടി പുറത്തു പോകുന്ന ദിവസങ്ങൾ ആസന്നമായിട്ടുണ്ട്. ഹല്ലേലൂയ. നോക്കിക്കേ, പുറകിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. യേശു പറയുക, 47ാമത്തെ വാക്യവും 48ാമത്തെയും വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ഈ സാത്താൻ അല്ലെങ്കിൽ ഈ ഭൂതാത്മാവ്, ഈ ബാധ ആ ദേശത്ത് കയറിയിട്ട് 12 വർഷമായി. ഇതിനെ ആർക്കും തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ആമേൻ. ഇന്ന് രാത്രി ചില അഭിഷക്തന്മാരൊക്കെ ചില പട്ടണങ്ങളിൽ ചെല്ലുമ്പോഴേ ചിലതൊക്കെ പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. മറഞ്ഞിരിക്കുന്നത് മറനീക്കി പുറത്തു വരും. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, ചിലത് പുറത്ത് വരുന്ന രാത്രിയാ. നീ നിന്റെ ഉറക്കത്തിനകത്ത് ദൈവാത്മാവിൽ ചിലത് പുറത്ത് കൊണ്ടുവരുന്ന രാത്രിയാ. ആമേൻ. ഓമന സിസ്റ്ററെ, ആമേൻ, പ്രാർത്ഥന നിർത്തരുത്. ആഴ്ചയിലുള്ള ഒരു ഉപവാസ പ്രാർത്ഥന നിർത്തരുത്. 24 മണിക്കൂർ പ്രാർത്ഥിക്കണം. ആമേൻ. അതിനെ തടയാൻ വേണ്ടി ശത്രു പരിശ്രമിക്കുക കേട്ടോ. 24, 21 ദിവസം ഉപവസിക്കാൻ ദൈവാത്മ പറഞ്ഞെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം വെച്ച് 21 ആഴ്ച ഇതിനകത്ത് വെച്ച് പൈശാചികൻ പല പദ്ധതി ഒരുക്കും എന്ന് പ്രാരംഭത്തിൽ ദൈവാത്മാവ് ആലോചന അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഓർമ്മ ശരിയാണെങ്കിൽ 2ാമത്തെ ആഴ്ചയാണെന്ന് തോന്നുന്നു. എന്നാൽ മുടങ്ങരുത്, മുടങ്ങാൻ ഇടയാകരുത്. 21 ആഴ്ച കഴിയുമ്പോൾ ഒരു അത്ഭുതം അതിനകത്ത് സംഭവിക്കും. ആമേൻ. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ദൈവം ഒരുത്തനെ പുറത്തെടുക്കാൻ തുടങ്ങിയാൽ തമ്പുരാൻ നിന്നെ പുറത്തെടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആമേൻ, സ്തോത്രം. ആമേൻ. എനിക്ക് തോന്നുന്നു 3 ദിവസം പ്രൊഫസറോട് ഉപവസിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ, അല്ലേ സിസ്റ്റർ, 3 ദിവസമല്ലേ? താൻ 3 ദിവസം ഉപവസിക്കാനിരുന്നു. കേട്ടോ, 3-ാം ദിവസം ഉപവാസം കഴിഞ്ഞപ്പോഴേ ആമേൻ, ദൈവം ഒരു അത്ഭുതം ആ കുടുംബത്തിൽ ചെയ്തു. സ്തോത്രം. അത് കേട്ടപ്പോൾ മനസ്സിന് വളരെ സന്തോഷം തോന്നി. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ആമേൻ. ദൈവഭക്തന്മാരുടെ നാവിൽ നിന്ന് വീഴുന്നത് വാക്കുകൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനും ഇരിക്കാനും തയ്യാറായാൽ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നമ്മുടെ മാത്യൂസ് കർത്താവിൻ്റെ, ആമേൻ, മാത്യു എന്ന് പറയുന്ന കർത്താവിൻ്റെ അഭിഷക്തനും കുടുംബം ഇതിനകത്ത് ഇരിപ്പുണ്ട്. ആമേൻ. ഈ ശബ്ദം അവിടെ കുടുംബത്തിനകത്ത് മുഴങ്ങുകയാണ്. ആമേൻ. സ്തോത്രം. ചിലതൊക്കെ നിറവേറുമ്പോഴേ, ചിലതൊക്കെ ദൈവാത്മാവ് നിറവേറ്റി കൊടുക്കുമ്പോഴേ, പരിശുദ്ധാത്മാവ് ചിലതൊക്കെ സ്ഥിരമാക്കുമ്പോഴേ, അത് നമ്മുടെ ചെവിയിലേക്ക് എത്തുമ്പോൾ
ആമേൻ പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിച്ചവർക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്താൽ തുറക്കപ്പെടുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ കുടുംബത്തോട് ദൈവാത്മാവ് പറഞ്ഞൊരു വാഹനം ലഭിക്കാൻ പോകുന്നു എന്ന് ആമേൻ ചില മാസം മുമ്പേ പറഞ്ഞു. പക്ഷേ ആമേൻ ദൈവവൈദ്യരെ, ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവഭക്തന്മാർക്കെല്ലാം വിളിച്ചു കൊടുക്കണം. സ്വതന്ത്രം പറ. ഹല്ലേലൂയ. ദൈവമക്കൾക്കെല്ലാം വിളിച്ചു കൊടുക്കണം. ഭക്തന്മാർ ഇടിവ് നിന്നെങ്കിൽ നീ പാരപ്പെടേണ്ട കേട്ടോ. ആർക്കെങ്കിലും വേണ്ടി ഇടിവ് നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പലിശയും കൂട്ടുപലിശയും കൂടെ ചേർത്ത് സ്വർഗ്ഗം നല്ലൊരളവ് നിന്റെ മടിയിൽ തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആമേൻ അനുഭവങ്ങൾ ഒത്തിരി ഇതിനകത്ത് പറയാനുണ്ട്. അനുഭവം പ്രാപിച്ചവരെ ഇതിനകത്തിരിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവിൽ ശക്തമായി പറയട്ടെ, ഇത് കേവലം ഒരു ഗൂഗിൾ മീറ്റാറ്റ് കാണരുത്. നിങ്ങളുടെ വീട്ടിനകത്തൊരു പ്രയർ നടക്കുന്നു, അഭിഷക്തൻ നിന്ന് പ്രസംഗിക്കുന്നു എന്ന നിലയിൽ നിങ്ങളായിരുന്നു നോക്ക്, വിടുതൽ അവിടെ വ്യാപരിക്കും. ശംഭവരാജകൽക്കനാദി. ഇതിനകത്ത് വന്നവർ ഇന്ന് രാത്രി അത്ഭുതം കാണാതെ മടങ്ങത്തില്ല. ദൈവാത്മാ വിളിച്ചു പറയുന്നു, നിന്റെ മേലൊരു അത്ഭുതമുണ്ട്. നിന്റെ മേൽ നീ ഒരു അത്ഭുതമാണ്. ദേശത്ത് നീ ഒരു അത്ഭുതമാണ്. കുടുംബത്തിൽ നീ ഒരു അത്ഭുതമാണ്. ചാർച്ചക്കാരുടെ ഇടയിൽ നീ ഒരു സംസാര വിഷയമാ. ദൈവത്തിന് മുമ്പിൽ നീ ഒരു അത്ഭുതമാ എന്ന് രാത്രി കർത്താവ് ഒന്ന് പറഞ്ഞാൽ അതേപോലെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എല്ലാ അത്ഭുതങ്ങളും ഇവിടെ പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പലതും മാറ്റിവെക്കുന്നത്. സ്തോത്രം. ഈ 2025 ദൈവം ചെയ്ത അത്ഭുതങ്ങൾ പറയാൻ ആമേൻ നിന്ന് കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം, ഒരു ദിവസമോ 2 ദിവസമോ 2 മീറ്റിംഗ് 3 മീറ്റിംഗ് ഒന്നും പോരാ. അതിനപ്പുറം മീറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് ചെയ്ത അത്ഭുതങ്ങൾ പറയാൻ കഴിയൂ. കാരണം എല്ലാ അത്ഭുതങ്ങളും ഇവിടെ പറയാൻ കഴിയില്ല. എന്ന് രാത്രി ദൈവ പൈതലേ, ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നത്, ദൈവം നിനക്ക് വേണ്ടി കരുതുന്നത്, മറ്റൊരു മനുഷ്യനും കഴിയാത്തത്, മറ്റൊരു വ്യക്തിക്കും കഴിയാത്തത്, അവരെല്ലാം കോട്ട കെട്ടി ഇതുവരെ വന്നാ മതി, അപ്പുറത്തോട്ട് പോകണ്ട എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി കോട്ട കെട്ടി നിന്നെ സൂക്ഷിച്ച് അപ്പുറം മറുകര കടത്തുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രിയുണ്ട്. ദേശത്തിന്റെ മധ്യേ ദൈവപ്രസാദം വെളിപ്പെടുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ, നമ്മൾ വായിച്ച അധ്യായത്തിലേക്ക് വരാം. 46, 47, 48 വായിക്കാം. 46, 47, 48 വായിച്ചാട്ടെ. യേശുവോ ഒരാളെന്നെ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചുകൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു. ആമേൻ. നിന്റെ വിശ്വാസം എന്ത് ചെയ്തു? രക്ഷിച്ചിരിക്കുന്നു. ഒന്ന്, വിശ്വാസം വേണം. ഒരു അഭിഷേകം വന്നു പ്രാർത്ഥിച്ചു, നടക്കോ എന്തോ. ഹല്ലേലൂയ. അങ്ങനെ പറയണ്ട, നടന്നു കഴിഞ്ഞിരിക്കുന്നു. സ്വതന്ത്രം പറ. ഹല്ലേലൂയ. നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. റിജുവിൻ്റെ ചേട്ടനോട് ദൈവാത്മാവ് പറയുന്നു, നിനക്ക് ദൈവം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. കര ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഇന്ന് നിനക്ക് ദൈവം നടന്നു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ പാക്കേജ് കർത്താവ് പൊട്ടിച്ചിരിക്കുക ഇന്ന് രാത്രി. സ്തോത്രം. ചില ദിവസം കഴിയുമ്പോൾ, ചില ആഴ്ചകൾ കഴിയുമ്പോൾ ദൈവം നിന്നെ ഇവിടെ നിന്ന് പറപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം പറ. ഇന്ന് രാത്രി നിന്റെ വിശ്വാസം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ദൈവപ്രവൃത്തി അയക്കാൻ പോകുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആ ഭാഗം പറഞ്ഞ് മുമ്പിലോട്ട് പോകുമ്പോൾ ദൈവാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ലൂക്ക 7:12 വായിക്കുമ്പോഴും ലൂക്ക 8:45 വായിക്കുമ്പോഴും മാർക്കോസ് 3:9 പഠിക്കുമ്പോഴും ലേവ്യ 15:25 നമ്മൾ പഠിക്കുമ്പോഴും ലൂക്ക 21:4 നമ്മൾ പഠിക്കുമ്പോഴും മാർക്കോസ് 12:44 നമ്മൾ വരുമ്പോഴും സ്തോത്രം. ഹല്ലേലൂയ. മത്തായി 14:36-23:5. ഹല്ലേലൂയ. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ 15:38-39. ആവർത്തനം 22:12. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഇന്ന് രാത്രിയിൽ ലൂക്ക 15:17, ലൂക്ക 6:19, അപ്പോസ്തല പ്രവൃത്തി 10:38 ഇത്രയും ഭാഗം നിങ്ങൾ എഴുതി പഠിച്ച് വായിച്ച് ഗ്രഹിച്ച് മുൻപിലോട്ട് പോകുമെങ്കിൽ ഇന്ന് രാത്രി ഒരു അത്ഭുതത്തിന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുക. 12 വർഷമായി ഈ ഭൂതം അതിനകത്ത് കയറിയിട്ട്. പ്രൈസ് ദി ലോർഡ്. ഈ 12 വർഷം കൊണ്ട് ഒരു വലിയ അത്ഭുതമാണ് അതിനകത്ത് കർത്താവ് ചെയ്തത്. സ്തോത്രം. ഇനി കർത്താവിന് 12 വർഷമല്ല, അതിനപ്പുറത്ത് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
ആ വർഷമാണെങ്കിലും അവിടെ വിഷയമല്ല. വായിക്കാം 52-ാമത്തെ വാക്യം. 51, 52, 53 വേണ്ട, 52, 53, 54 വായിച്ചാട്ടെ. ലൂക്ക. എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്യുമ്പോൾ, കരയേണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുന്നത്രേ എന്ന് അവൻ പറഞ്ഞു. അവരോ അവൾ മരിച്ചുപോയി എന്ന് അറിഞ്ഞുകൊണ്ട് അവനെ പരിഹസിച്ചു. എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചു, ബാലെ എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞു, തീർന്നു. കഥാനായിക ഇവിടുന്ന് മൺമറഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാവരും അവളെ മാറ്റി നിർത്തുമ്പോൾ യേശു പറഞ്ഞത്, നീ കരയണ്ട, നിന്റെ മകൾ എന്ത് ചെയ്തിട്ടില്ല? മരിച്ചിട്ടില്ല. ഇന്ന് രാത്രി എത്ര സന്തോഷമുണ്ട്, തീർന്നിട്ടില്ല. ആമേൻ. അത്ഭുതം സംഭവിച്ചു. ആമേൻ. 15-ാമത്തെ അത്ഭുതത്തിനകത്ത് ഈ അധ്യായം പഠിക്കുമ്പോൾ ദൈവവൈതലേ 12 വർഷമായിട്ട് ഈ കുട്ടിയെ ഭരിച്ചിരുന്ന ഒരു അന്ധകാര ശക്തി, ആമേൻ, 12 വർഷം കൊണ്ട് ഈ കുട്ടിയെ മുമ്പിലോട്ട് വിടാതെ ഭരിച്ച ചില ഭൂതാത്മാക്കളെ ഇന്ന് രാത്രി പുറത്താക്കാൻ എൻ്റെ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, ചില വർഷങ്ങളായി, 12 വർഷമായി നിന്റെ ജീവിതത്തിനകത്ത് അടയപ്പെട്ട ഒരു പുസ്തകം പോലെ, ഹല്ലേലൂയ, ആമേ, തുറക്കാൻ പോലും കഴിയാതെ അടയപ്പെട്ട ഒരു അധ്യായം എന്ന പോലെ, ആമേ, ശത്രു അവൻ്റെ പല പദ്ധതികളും പുറത്തെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നീ കരയണ്ട, അവൾ ഇന്ന് മരിച്ചിട്ടില്ല. സ്തോത്രം. ഇന്ന് രാത്രി ദൈവവൈതലേ എല്ലാവരും അവളെ ചൊല്ലി, ആമേൻ, സ്തോത്രം, കരയുകയും മുറുകയുടെയും ചെയ്യുമ്പോൾ, ആമേൻ, കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല എന്ന് പറയുക. അടുത്ത് പറയുക, അവൾ ഉറങ്ങുന്നത്രേ ചെയ്യുന്നത്. ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുന്നത് പോലെ മരിച്ച ബാലയെ പുറത്തു കൊണ്ടുവന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, നീ എത്രയോ പ്രാവശ്യം മരിക്കാൻ ആഗ്രഹിച്ചു, എത്രയോ പ്രാവശ്യം എനിക്കിന്ന് മരിച്ചാൽ മതി എന്ന് നീ ആഗ്രഹിച്ചു. പക്ഷെ വെളിപ്പാട് പുസ്തകം 9 പറയുന്ന ഇങ്ങനെയാണ്, മരണം നിന്നെ വിട്ട് ഓടിയ കാര്യമുണ്ട്, നിന്റെ മേലൊരു അഭിഷേകം ഉള്ളത് കൊണ്ട് മരണം നിന്നെ വിട്ട് ഓടി മാറി നിന്നു. ഹല്ലേലൂയ. ഈ രാത്രി ദൈവവൈതലേ, ഒന്ന് നാട് വിട്ട് പോയാലെന്ത്, ഒന്ന് ഈ വീട് വിട്ട് പോയാലെന്ത്, ഈ ദേശം വിട്ടൊന്ന് മാറിയാലെന്ത്, നിവാസികളെ വിട്ടൊന്ന് മാറിപ്പോയാലെന്ത്, എനിക്കൊന്ന് മാറി നിൽക്കണം, ആരെയും കാണണ്ട എന്ന് പറഞ്ഞ് നീ ഒന്ന് മാറിപ്പോയി, എവിടെയെങ്കിലും പോയി, എവിടെയെങ്കിലും രാപ്പാർക്കാം, എവിടെയെങ്കിലും പോകാം എന്ന് ചിന്തിച്ച് തയ്യാറായ ദൈവപൈതലേ, ഇന്ന് രാത്രി നിന്നോട് ദൈവാത്മ പറയുന്നു, ഇല്ല, നിന്റെ മകളും നഷ്ടപ്പെട്ടു, നിന്റെ ഭർത്താവും നഷ്ടപ്പെട്ടു, ഓ നിന്റെ കുടുംബം എല്ലാം നശിച്ചു പോയി എന്ന് നീ പറയുകയാണോ? ഇല്ല, ആമേൻ, നീ കർത്താവിനെ അറിയാൻ ലേറ്റായി പോയത് കൊണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് ദൈവം പറയുന്നു, ഇല്ല, നീ കരയണ്ട, നിന്റെ കുഞ്ഞ് ഉറങ്ങുകയാ. ഈ രാത്രി ചിലതിനെയൊക്കെ ഉറക്കത്തിൽ നിന്ന് തട്ടി എണീപ്പിക്കുന്നത് പോലെ ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ശമനപരകതുനി വൈഡകരാജകൾ കനാദി. ചിലത് മരിക്കുമെന്ന് വിധി എഴുതുമ്പോൾ, ഇല്ല, ഉറക്കത്തിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ, മരിച്ച ഡെഡ് ബോഡിയെ ഉറക്കത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് പോലെ, മരിച്ചു പോയെന്ന് മുദ്രയിട്ടതിനെ വൈദ്യശാസ്ത്രം ഡോക്ടർമാർ വരെ സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ട്, നിങ്ങൾ എന്താ പറയുന്നെന്ന് കേട്ട് എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും ഇന്ന് രാത്രി റിസൾട്ടുകളെ മാറ്റിപ്പണിയുന്ന ഒരു സ്വർഗം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ലോകത്തിന്റെ റിസൾട്ട് അല്ല ഇത്, ആമേ, വൈദ്യശാസ്ത്രം വിധിക്കുന്ന റിസൾട്ട് അല്ല ഇത്. മോർച്ചറി മുറിക്കകത്തുനിന്ന് എംബാം കഴിഞ്ഞ്, ആമേ, തലച്ചോറും കരളും കൂമ്പും കുടലും ചെറുകുടലും വൻകുടലും ആമാശയും പുറത്തിട്ട് കുത്തിക്കെട്ടിയ ബോഡിയെ വരെ യേശു കർത്താവിന്റെ ശബ്ദം വന്നപ്പോൾ ഉയർത്തെഴുന്നേറ്റ് സംസാരിച്ചെങ്കിൽ, ശ്വസിച്ച് ആഹാരം ചോദിച്ചെങ്കിൽ, ഒറ്റ മിനിറ്റ് കൊണ്ട് തലച്ചോറ് ഉളവായി, ഒറ്റ മിനിറ്റ് കൊണ്ട് ആമാശയം ഉളവായി, ഒറ്റ മിനിറ്റ് കൊണ്ട് ചെറുകുടൽ വൻകുടൽ ഉളവായി, ഒറ്റ മിനിറ്റ് കൊണ്ട് ഹാർട്ട് ഉളവായി, ഒറ്റ മിനിറ്റ് കൊണ്ട് വൃക്ക ഉളവായി, ഒറ്റ മിനിറ്റ് കൊണ്ട് ആമേ ലിവർ ഉളവായി. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, ഒറ്റ മിനിറ്റ് കൊണ്ട് കിഡ്നി, ആമേൻ, ഹല്ലേലൂയ, ഉളവായെങ്കിൽ, നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ശത്രു പതിവച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, അതിനകത്തുനിന്ന് പുറത്തു വരാൻ സമയമായി. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ചില കുടുംബത്തിനകത്ത് ചിലത് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുക. ചില കുടുംബത്തിനകത്ത് ഹല്ലേലൂയ നിന്റെ മേലാ കുറവ്, നിന്റെ മേലാ കുറവ്, നിന്റെ മേലാ കുറവ് എന്ന് പറഞ്ഞ് നിന്നെ പഴിക്കുന്ന വ്യക്തിയുടെ മുൻപിൽ നിന്റെ ശരീരത്തെ ഇന്ന് രാത്രി പണിയുന്ന ഒരു ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ആത്മാവിൽ കാണുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. സകലതും വലിച്ചു പുറത്തിട്ട് കുത്തിക്കെട്ടിയ ചില വ്യക്തികളെ കർത്താവ് പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരുന്ന ഒരു രാത്രിയാണ്. എവിടെയൊക്കെയോ ദൈവാത്മാവിന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ. ഉളവാകില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന, ഉളവാകില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന, ഇതിന് എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന, ഇതിനകത്ത് ദൈവാത്മാവ് ശക്തമായി പറയുന്നു. പ്രൊഫസറെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു ദൈവപ്രവൃത്തി ശരീരത്തിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ചിലതിനെ വെട്ടിക്കളഞ്ഞ് ചിലതിനെ ഫിറ്റ് ചെയ്യുന്ന ഒരു രാത്രിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ചിലത് വെട്ടിക്കളഞ്ഞ് ചിലത് ഫിറ്റ് ചെയ്യുന്ന ഉടമന രഗതനാഗര ശമ്പൽക്കമനപരഗതുനി. ഞാനിവിടെ ഇരിക്കുമ്പോൾ തന്നെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. ഹല്ലേലൂയ. ദൈവജനം കരമുയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞ് കരം ഉയർന്നിരിക്കട്ടെ. ദൈവജനത്തിന്റെ കരം ഉയർന്നിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ വിടുതൽ വ്യാപരിക്കുക, ശരീരങ്ങളിൽ വിടുതൽ വ്യാപരിക്കുക. ചിലത് ഇന്ന് രാത്രി സൗഖ്യമാകുന്ന രാത്രിയാ, ചില നിലവിളിയോടെ എണീക്കുന്ന രാത്രിയാ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് വിടുതൽ സംഭവിക്കുന്നു. ചിലത് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഇല്ല എന്റെ ശരീരത്തിനകത്ത് ശത്രുവിന് കടക്കാൻ കഴിയത്തില്ല. എന്റെ ശരീരത്തിനകത്ത് ദൈവത്തിന് ഇന്ന് രാത്രി അധികാരമുണ്ട്. എന്റെ ശരീരത്തിന് അവയവത്തിന് ദൈവത്തിന് അധികാരമുണ്ട്. കിഡ്നിയുടെ മേൽ, ലിവറിന്റെ മേൽ, ഹല്ലേലൂയ, ബിപിയുടെ മേൽ, ഹാർട്ടിന്റെ മേൽ, ഹല്ലേലൂയ, തലച്ചോറിന്റെ മേൽ, ചെറുകുടൽ, വൻകുടൽ, ആമാശയം, യൂട്രസിന്റെ മേൽ ഇന്ന് രാത്രി അധികാരമുള്ള ദൈവശക്തി. മണ്ണ് കൊണ്ട് മനുഷ്യനെ മെനഞ്ഞെങ്കിൽ, അതിനകത്തുള്ള സകലതും ക്രമീകരിച്ചെങ്കിൽ, ഒറ്റ വാക്കിൽ ഉളവായെങ്കിൽ, ഈ രാത്രി മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുന്ന മുമ്പേ ചിലത് ദൈവാത്മാവ് ഉളവാക്കാൻ പോകുകയാ. കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. പറ്റുമെങ്കിൽ കരങ്ങളൊന്ന് വീശിയാട്ടെ. നിങ്ങൾ ഇരിക്കുന്ന റൂമിനകത്തൊന്ന് വീശിയാട്ടെ. ഹല്ലേലൂയ. പ്രതികൂലമുള്ള ഭാഗത്തേക്ക് ഒരു കരം വച്ചാട്ടെ. ഇന്ന് രാത്രി ചിലത് ഉളവായി വരുന്ന രാത്രിയാണ്. അത്ഭുതങ്ങളുടെ ദൈവം, അതിശയങ്ങളുടെ ദൈവം ഇന്ന് രാത്രി പതികിട്ട് കിടക്കുന്ന പലതും ഉയർന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പലതും ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പണിയുന്ന രാത്രിയാണ്. ഉടമൽക്കമനവരകതുനി. യേശുവിന്റെ നാമത്തിൽ ചില കിഡ്നി ഫെയിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് മാറ്റുകയാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. ഉടമലരഗത ശംഭവരാജകൽക്കനാദി. യേശുവിന്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശു പറയുക, അവൾ ഉറങ്ങുകയാ, അവളെ ഉണർത്തണ്ട. അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോൾ തരാമെന്നല്ല പറഞ്ഞത്, അവൾ ഉറങ്ങിക്കിടക്കുകയാ. കരയേണ്ട കേട്ടോ, കരയേണ്ട കേട്ടോ, കരയേണ്ട. വന്ന വഴികളെ ഓർത്ത് നീ കരയേണ്ട കേട്ടോ. നീ വന്ന വഴികളെ ഓർത്ത് കരയേണ്ട. ഇന്ന് കേട്ട ശബ്ദത്തെ ഓർത്ത് നീ കരയേണ്ട. നിന്നെ നോക്കി എല്ലാവരും നെഗറ്റീവായി സംസാരിക്കുമ്പോൾ നീ കരയേണ്ട. നിന്നെ നോക്കി എല്ലാവരും നെഗറ്റീവായി സംസാരിക്കുമ്പോൾ നിന്റെ ഫ്രണ്ടിൽ കർത്താവ് പോസിറ്റീവായി നിനക്ക് വേണ്ടി പറയും. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പോസിറ്റീവായി പറയാൻ ഒരു ദൈവം. അങ്ങനെ അല്ലെന്ന് പറയാൻ ഒരുത്തൻ നിന്റെ മുൻപിലുണ്ട്. അങ്ങനെ അല്ലെന്ന് പറയാൻ നിന്റെ മുമ്പിൽ ഒരുത്തനുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും നിന്നെക്കുറിച്ച് പഴിക്കട്ടെ, എല്ലാവരും നിന്നെക്കുറിച്ച് പലതും പറയട്ടെ. ഇന്ന് രാത്രി നിന്റെ കരത്തെ പിടിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഇതിനകത്ത് ദൈവത്തിന്റെ കരം ഇന്ന് ചില കൂടാരങ്ങളിലേക്ക് ഇറങ്ങി വരികയാ. ഉടമലരഗത ശംഭവരാജകൽക്കനാദി അന്തൽക്കമനപരഗതം വേദകരാജകൽക്കനാദി. വീണ കർത്താവിന് ദാസിയെ, നിങ്ങളുടെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ കരം ഇറങ്ങി വരികയാ. ദൈവാത്മാവ് രാത്രി വിളിച്ചു പറയുന്നു, പുറത്തേക്ക് വാ. നിന്നെ കൊല്ലാൻ ആർക്കും കഴിയത്തില്ല, നിന്നെ ഒതുക്കാൻ ആർക്കും കഴിയത്തില്ല എന്ന് ഇന്ന് രാത്രിയിൽ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. എവിടെ നിന്നെല്ലാം പോരുകൾ പുറത്തു വന്നാലും ഈ രാത്രി ദൈവം പറയുന്നില്ല, നിങ്ങൾ തകർക്കാൻ കഴിയത്തില്ല കേട്ടോ, നിങ്ങൾ ഒതുക്കാൻ കഴിയത്തില്ല കേട്ടോ. നിങ്ങളിൽ വ്യാപരിക്കുന്നൊരു അഭിഷേകമുണ്ട്. എന്ന് രാത്രി കർത്താവിൻ്റെ അഭിഷേകത്തെ ആമേശോധം നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേക തൈലമുണ്ട് കേട്ടോ. നിങ്ങൾ വ്യാപരിക്കുന്ന അത് തൊടുവാൻ കഴിയില്ല കേട്ടോ, നിങ്ങൾ തകർക്കാൻ കഴിയില്ല കേട്ടോ. ഇപ്പോൾ ചെയ്യാന്ന് പറഞ്ഞ ചിലർ വരുമ്പോൾ അവരെ പകുതി വഴി തടഞ്ഞു നിർത്തിയിട്ട് പറയും, അതെൻ്റെ മകളാ, റിബലബ ശംഭവരാജകൽക്കനാദി, അതെൻ്റെ പൈതല,
അതെൻ്റെ പൈതല, അവളെ വേദനിപ്പിക്കരുത് കേട്ടോ. അതെൻ്റെ പൈതല കേട്ടോ, അവളെ വേദനിപ്പിച്ച് വാക്കുകൾ പറയല്ലേ കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കണ്ടോ കർത്താവിൻ്റെ സ്നേഹം, കണ്ടോ കർത്താവിൻ്റെ ആദരവ്, കണ്ടോ ചെല്ലുമ്പോൾ തന്നെ ചിലരൊക്കെ എണീറ്റ് ഓടുന്നത് പോലെ. ഉടബൽഖമനപരകതുരി വേദപരാജകൽഖനാദി. യേശുവിൻ്റെ നാമത്തിൽ ചില ആലോചനകൾ ഇന്ന് രാത്രി ജനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റിബലപരകതുനി വൈഡകരാജകൽഖനാദി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവിൻ്റെ പ്രവൃത്തി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. 50% എനിക്ക് വേണ്ടെന്ന് പറ. ദൈവപ്രവൃത്തി എനിക്ക് 50% വേണ്ട കർത്താവേ, 50% എനിക്ക് വേണ്ട. ആ ശതമാനക്കണക്ക് എനിക്ക് വേണ്ട. അളവില്ലാത്ത ഒരു സാന്നിധ്യം. ഓ ആമേൻ. പ്രൊഫസറെ, കുടുംബത്തിനകത്തൊരു അളവില്ലാത്ത സ്നേഹം വ്യാപരിക്കുന്നുണ്ട് കേട്ടോ. ആ സ്നേഹത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു കേട്ടോ. ആമേൻ. ദൈവം ആമേൻ മുട്ടുമടക്കിയപ്പോൾ ദൈവം തന്ന വാഴ്ത്തത്തുകൾ ഒന്നൊന്നായി നിറവേറുമ്പോൾ കേട്ടോ, ഹല്ലേലൂയ, ശത്രു അതിൻ്റെ വലിയ ശക്തിയോടെ എണീക്കും കേട്ടോ. ആ പുതിയ വീട്ടിൻ്റെ അടിസ്ഥാന കല്ലിടുമ്പോൾ തന്നെ ശത്രു പ്രബലനാകും, ഭാരപ്പെടേണ്ട കേട്ടോ. കർത്താവ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അതിലൊന്നുപോലും കുറയ്ക്കത്തില്ല കേട്ടോ. അതിൽ ചൊല്ലി ചിലർ അവകാശം പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ദൈവാത്മാവിന് രാത്രി പറയില്ല. ആമേൻ. ആ വീടിൻ്റെ പണി കഴിയും മുമ്പേ തന്നെ അനന്തരാവകാശി ഉദരത്തിൽ നിന്ന് പുറപ്പെടുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് തൊട്ടു പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 5 അതിൻ്റെ 1, 2, 3, 4, 5, 6, 7, 8 വാക്യങ്ങൾ കർത്താവിൻ്റെ ദാസി വായിക്കണം കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 5 അതിൻ്റെ 1, 2, 3, 4 വാക്യങ്ങൾ. ഇന്ന് രാത്രി സ്തോത്രം ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ആമേൻ പ്രൈസ് നോഹയിൽ കൂടെ ആമേൻ നോഹയുടെ തലമുറ ഏനാശ് ആമേൻ സ്തോത്രം അങ്ങനെ തുടങ്ങി ദൈവം ഒരു വലിയ വംശാവലി തന്നെ അവന് കൊടുത്തെങ്കിൽ വയസ്സിൽ തല്ല കാര്യം ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രി അയ്യോ എനിക്ക് ഇത്രയും ഏജായല്ലോ, ഓ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയേണ്ട കേട്ടോ. ദൈവം തക്ക സമയത്ത് ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക കേട്ടോ. ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ, ഈ ചില മാസങ്ങൾ കഴിയുമ്പോൾ ദൈവാത്മ പറയുന്നു, ഞാൻ എൻ്റെ പ്രവൃത്തി അത് ശക്തമായി വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അതിൻ്റെതായ നിലയിലുള്ള വേലിക്കെട്ടുകളെ കർത്താവ് പൊളിച്ചുകൊണ്ടിരിക്കുകയാ. എന്ന് രാത്രി തമ്പുരാന്റെ കരം വെളിപ്പെടുന്ന രാത്രിയാ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി കർത്താവ് അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റും? ആമേൻ. പ്രൈസ് രാജേന്ദ്രൻ ബ്രദറെ, പ്രൈസ് ഹല്ലേലൂയ. ദിനേഷ് ബ്രദറെ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറയുന്നു. ആമേൻ സ്തോത്രം. ശക്തമായി പ്രാർത്ഥിക്കൂ. ചില ദിവസങ്ങൾ ദൈവത്തിൽ മുഴങ്കാലിലിരിക്കൂ. ആമേൻ സ്തോത്രം. ഒരു അപകടം വരുന്നു ദൈവാത്മാവിനെ അറിയിക്കുന്നു. കരത്തോട് കരം കോർത്തു പിടിച്ച് ദൈവത്തിൽ ഇരിക്കൂ. വരുന്ന ദിവസങ്ങളിൽ ഒരു മണിക്കൂർ ദൈവത്തിൽ വേർതിരിച്ചെന്ന് പ്രാർത്ഥിക്കൂ. ഒരു അപകടം ശക്തമായി വരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കൂ. അത് ഇന്ന് രാത്രി വെളിപ്പെടുത്തിയെങ്കിൽ അതതിൻ്റെ ശക്തിയോടെ തിരിച്ചു പോകുന്ന നാഴിക വിദൂരമല്ല. ഉടബൽഖമനപരകതുനി. ആമേൻ. 2025 കഴിയും മുമ്പേ സകല വാഹനങ്ങൾ റൂട്ടിൽ ഓടാൻ പോകുക. സകല വണ്ടികളും എല്ലാ വാഹനങ്ങളും മാത്രമല്ല, ചില വാഹനങ്ങൾ എടുക്കത്തക്ക തലങ്ങളിൽ ദൈവാത്മാവ് ചില വഴികൾ തുറക്കാൻ പോകുക. ഓ ശാമന ഹസ്തുനാരകൾ കനാദി അന്തൽക്കമനപരകതന വേദകരാജകൾ കനാദികൾ കടകപരം ധുനി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഈ 15ാമത്തെ അത്ഭുതത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ വലിയ മഹത്വം വെളിപ്പെട്ടിരിക്കുക. ഇന്ന് രാത്രി ആമേൻ. ചില ശരീരങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുക. ഇതിനകത്ത് ചില ശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം മുറിക്കകത്ത് പോസ്റ്റ്മോർട്ടത്തിനകത്ത് ചെയ്യുന്ന എന്താ? നടുവെ വെട്ടിക്കീറി തലച്ചോറിനെടുത്ത് കളയും. അടുത്ത് പ്രൈസ് ദി ലോർഡ് കുടലും ചെറുകുടലും വൻകുടലും ആമാശയവും സകലവും വെട്ടിക്കീറി പുറത്ത് കളയും. എന്നിട്ട് അവിടെ ഇവിടെ ഓരോ ചാക്ക് നൂലിട്ടൊരു കെട്ടും കെട്ടി അതിനെ ഒന്ന് റെഡിയാക്കി പുറത്തേക്ക് എടുത്തിടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 8ഉം 10ഉം തുണി കൊണ്ട് ചുറ്റി എടുത്ത് വെളിയെറിയും. ഇന്ന് രാത്രി അതുപോലെ വെളിയെറിയല്ല, അകത്തിരിക്കുന്ന എല്ലാത്തിനെയും കീറി പുറത്ത് കളഞ്ഞിട്ട് ആമേൻ കർത്താവ് പുതിയത് ഫിറ്റ് ചെയ്യുക. ശ്രോത്രം, ഇന്ന് രാത്രി ഈ മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങളുടെ കണ്ണുകൂടി ചില ദർശനം കാണാൻ പോകുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി അത്ഭുതങ്ങളുടെ ദൈവമാ. ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോബി, ശക്തമായി നിന്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെടുത്തും. ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യും. തമ്പുരാന്റെ കൃപ കൊണ്ടിന്ന് രാത്രി പൊതിയും. ആമേൻ. പ്രൊഫസർ അധ്യായം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 5ാമത്തെ അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ
2, 3 വാക്യങ്ങൾ. ആദാമിന്റെ വംശപാരമ്പര്യമാവിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാമിന് പ്രതികരിക്കുകയും ചെയ്തു. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന് പേരിട്ടു. വായിച്ചോളൂ താഴോട്ട്. ശേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മതി. ആദാമിന്റെ കാലം ആകെ 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. മതി. 5 വയസ്സായപ്പോൾ അവൻ ഏനോസിനെ ജനിപ്പിച്ചു. ഏനോസിനെ ജനിപ്പിച്ച ശേഷം ശേത്ത് 807 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ശേത്തിന്റെ ആയുഷ്കാലം ആകെ 912 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. മതി 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 മതി. ആമേൻ. ദൈവത്തിന് തലമുറയെ തരാൻ പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് തൻ്റെ കുടുംബത്തെ പണിയാനുള്ള പദ്ധതികളുണ്ടെങ്കിൽ, ഇതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവാത്മാവിനോട് രാത്രി അറിയിക്കുന്നു. ചില കുടുംബങ്ങൾക്കകത്ത് സരസിന്റെ ശരീരത്തെ ദൈവാത്മാവ് കീറിയെടുക്കുക, അതിനകത്തുള്ള കേടിനെ വലിച്ച് പുറത്തിട്ടിട്ട് കേടില്ലാത്ത ഒരു അവയവത്തെ ഉദരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു ശസ്ത്രക്രിയയില്ല. സ്തോത്രം. ഇനി ഒരു ക്രിയ ആ ശരീരത്തിൽ നടക്കത്തില്ല എന്ന് ആത്മാവ് ഇന്ന് രാത്രി പറയുക. അതിനെ കീറി പുറത്തെടുത്ത് അതിനകത്തുള്ള കേടുപാടുകളെ തീർത്തു എന്ന് രാത്രി വിശ്വസിച്ച് ദൈവനാമത്തിന് സ്തോത്രം കൊടുത്തേയിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ ഇന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തിയ ശരീരത്തിൽ വെളിപ്പെടുന്ന ദൈവാത്മാവിനെ അറിയിക്കുന്നു. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടയ്ക്കാം. പ്രാർത്ഥിക്കാൻ പോകുക. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? ദൈവം ചെയ്ത ആമേൻ അത്ഭുതങ്ങളെ ഓർത്ത്